തൃശൂരിലെ കള്ളവോട്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അധിക്ഷേപ പരാമർശവുമായി സുരേഷ് ഗോപി. ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആരോ എഴുതിക്കൊടുത്ത തിരക്കഥ സംസാരിച്ച് അപഹാസ്യനാവുകയാണ് സുരേഷ് ഗോപി എന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഒടുവിൽ മൗനം വെടിഞ്ഞപ്പോൾ പുറത്തുവന്നത് അധിക്ഷേപ പരാമർശമാണ്. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. വോട്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കും പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കുമെതിരെയായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപം. താൻ മന്ത്രിയാണെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറുപടിയില്ലാതാകുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന സമീപനമാണ് സുരേഷ് ഗോപിയുടേതെന്നും ആരോ എഴുതിക്കൊടുത്ത തിരക്കഥ സംസാരിച്ച് അപഹാസ്യനാവുകയാണ് അദ്ദേഹമെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടിക്കായിട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അതായത് തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയെ BJP അട്ടിമറിച്ചത് എന്നുള്ളതാണ് വസ്തുത. അത്തരമൊരു സംഭവത്തെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിന് പകരം ഇത് വസ്തുനിഷ്ഠമായി ഉന്നയിച്ചവരെല്ലാം വാനരന്മാരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്ന കാര്യമല്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തപ്പോൾ പോലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ആഴ്ചകളോളം കാണാമറയത്തായിരുന്നു കേന്ദ്ര സഹമന്ത്രി. BJPയുടെ വോട്ടട്ടിമറി പുറത്തു വന്ന ദിവസങ്ങളോളം ഒരു വാക്കുപോലും പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതായി അറിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തുകയായിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.